Hello everyone, welcome to HSEE Previous Year Question Paper Discussion. IIT Madras നടത്തുന്ന ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ HSEE. അപ്പോൾ HSEEയുടെ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ചെക്ക് അല്ലെങ്കിൽ വി ഗോ ത്രൂ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. മനസ്സിലായോ? വൈ? ബിക്കോസ് ഓൺലി ദെൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സിലബസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാകും, പക്ഷെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ആ പറയുന്ന സിലബസിൽ നിന്ന് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടേ മതിയാവുള്ളൂ. സോ HSEEക്ക് ആസ് യു മേ നോ രണ്ട് പാർട്ട് ഉണ്ട്, പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ ഈ പാർട്ട് 1 നമുക്ക് എന്തായാലും ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ടാവുമല്ലോ. ആൻഡ് ആ ഇംഗ്ലീഷ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇംഗ്ലീഷ് സെക്ഷനിൽ മെയിൻലി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റീഡിങ് കോംപ്രിഹെൻഷൻ ബേസ്ഡും വെർബൽ എബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് 2019 ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. Read the following poem by E. Cummings and answer the subsequent 5 questions. ഓക്കെ, സോ ഒരു പോയം ഉണ്ട്, E. Cummings എഴുതിയിരിക്കുന്നതാണ്. അതിൻ്റെ പോയം വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട്: E. Cummings follows the conventions of using the lower case alone in all poems. E. കമ്മിങ്സിനൊരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം അപ്പർ കേസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറില്ല പോയിട്രി എഴുതുമ്പോൾ. അതുകൊണ്ട് തന്നെ ഫുൾ ലോവർ കേസിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് പോയം നോക്കാം. മാഗി ആൻഡ് മില്ലി ആൻഡ് മോളി ആൻഡ് മേ വെന്റ് ഡൗൺ ടു ദ ബീച്ച് ടു പ്ലേ വൺ ഡേ. And Maggie discovered a shell that sang so sweetly she couldn't remember her troubles. And Millie befriended a stranded star whose rays 5 languid fingers were. And Molly was chased by a horrible thing which raced sidewise while blowing bubbles. And May came home with a smooth round stone as small as a world and as large as a loan. For whatever we lose, like a you or me, it's always ourselves we find in the sea. Poetry ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം. Maggie and Millie and Molly and May went down to the beach to play one day, and Maggie discovered a shell that sang so sweetly she couldn't remember her troubles. And Millie befriended a stranded star whose rays 5 languid fingers were. And Molly was chased by a horrible thing which raced sideways while blowing bubbles. And May came home with a smooth round stone as small as a world and as large as a loan. For whatever we lose, like a you or me, it's always ourselves we find in the sea. So ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ജനറലി വരുന്ന കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, എന്ത് അപ്രോച്ചാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നമുക്ക് നോർമലി 2 അപ്രോച്ചാണ് വരുന്നത്, ഒന്നുകിൽ പാസേജ് ടു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടു പാസേജ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദാറ്റ് ഈ അപ്രോച്ചസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ കാൻഡിഡേറ്റ്. ആ ഒരു കാൻഡിഡേറ്റ് ഏതിലാണ് കംഫർട്ടബിൾ എന്നുള്ളത് വെച്ചിട്ടിരിക്കും. അതുപോലെ തന്നെ പാസേജിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലൂവും കിട്ടത്തില്ല, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നത്. മറ്റ് ചില സന്ദർഭങ്ങളിൽ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ പാസേജും ചെയ്യുന്ന ആളും അനുസരിച്ച് ഈ ഒരു അപ്രോച്ച് മാറും. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൺവെൻഷണൽ മെത്തേഡായിട്ടുള്ള പാസേജ് ടു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ പോയിട്രി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാഗി, മില്ലി, മോളി ആൻഡ് മേ ആർ 4 പീപ്പിൾ. അപ്പം അവരുടെ പേരിന് പിന്നെ അപ്പർ കേസ് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കമ്മിങ്സ് ലോവർ കേസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് എഫക്ട് ഡിഡ് ദ ഷെൽ ഹാവ് ഓൺ മാഗി? എന്താണ് ആ ഷെല്ല് മാഗിക്കുണ്ടാക്കിയ എഫക്റ്റ്? A. It played sweet music to Maggie which prophesied the future. B. It created a new world for Maggie that was full of dissonance. C. It made Maggie think of her troubles again. D. It reassured Maggie and quietened her anxiety.
നമുക്ക് നോക്കാം മാഗിക്ക് ഷെല്ല് കിട്ടിയ ആ ഒരു വരികൾ ഏതാണ്. Maggie discovered a shell that sang so sweetly she couldn't remember her troubles. A shell that can sing and ആ ഒരു പാട്ട് കേട്ടിട്ട് she forgot all her troubles എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. It played sweet music to Maggie which prophesied the future. Prophesied the future അവിടെ തെറ്റാണ്. ഫ്യൂച്ചറിനെ പറ്റി പറയുന്നില്ല. So that is not the answer. B. It created a new world for Maggie that was full of dissonance. അങ്ങനെയും അല്ല പറഞ്ഞിരിക്കുന്നത്. It made Maggie think of her troubles again. No. It made Maggie think, forget about her troubles. D. It reassured Maggie and quietened her anxiety. അത് നമുക്ക് എഴുതാൻ പറ്റും. Why? Because ഈ ഷെൽ എന്താ ചെയ്തത്, പാട്ട് പാടിക്കൊടുത്തു ആൻഡ് ദെൻ മെയ്ഡ് ഹർ ഫോർഗെറ്റ് ഓൾ ഹർ ട്രബിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഗേവ് മാഗി എ റീ അഷ്വറൻസ് ആൻഡ് ക്വയറ്റൻഡ് ഹർ ആങ്സൈറ്റി വിൽ ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ലോട്ട്. സോ ദിസ് ഇസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് മോളീസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആഫ്റ്റർ ബീങ് ചേസ്ഡ് ബൈ എ ഹൊറിബിൾ തിങ്? മോളീനെ ഒരു സംഭവം, ഒരു ഹൊറിബിൾ തിങ് ചേസ് ചെയ്തു എന്ന് പോയട്രിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് മോളിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? A. She enjoys encountering strange creatures. B. She loves playing in the beach sands. C. She is terrified of the creature's movement on the sands. D. She is amused by the creature's capacity to blow bubbles. And Molly was chased by a horrible thing while raised sideways while blowing bubbles എന്നാണ് പറഞ്ഞിരിക്കുന്നത്. She enjoys encountering strange creatures. No, she doesn't clearly enjoy this because horrible thing എന്നാണ് പറയുന്നത്. If it was something pleasant, only then we will be able to enjoy. Horrible എന്ന് പറയുമ്പോൾ clearly she is not enjoying that. She loves playing in the beach sands. No. Then she is terrified of the creature's movement on the sands. That could be കാരണം terrified state of emotion മാത്രമേ horrible thingനെ കാണുമ്പോൾ വരാൻ ചാൻസ് ഉള്ളൂ. Then she is amused by the creature's capacity to blow bubbles. Blow bubbles കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ അമ്യൂസ്മെൻറ്റ് ഇല്ല ഒരിക്കലും മോളിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ. ബിക്കോസ് ഷീ ഈസ് ബീങ് ചേസ്ഡ് ആഫ്റ്റർ ബൈ എ horrible thing and അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് you will be only terrified and not amused. Okay, so D is also not the answer. It is C. Option C is the answer. Moving on to question number 3. What poetic device has been used in line 2 to play one day of the poem? A. Assonance. B. Alliteration. C. Imagery. D. Onomatopoeia. So ഏത് poetic device ആണ് to play one day എന്ന് പറയുന്ന ലൈനിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. അസോണൻസ്, അലിട്രേഷൻ, ഇമേജറി, ഒണമറ്റോപ്പിയ. അസോണൻസ് എന്താണ്? അസോണൻസ് ഇസ് ദ റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. വവൽ സൗണ്ട്സ്, വവൽസ് അല്ല വവൽ സൗണ്ട്സ് ആണ്. അലിട്രേഷൻ ഇസ് ദ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് അഗൈൻ. ഇമേജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ, വിഷ്വലി ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജിൻ്റെ യൂസ് ആണ്. ഓണോമെറ്റോപോയ ഇസ് ആക്ച്വലി മെത്തേഡ് ഓഫ് വേർഡ് ഫോർമേഷൻ. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് വേർഡ് ഫോർമേഷൻ വേർ ദ സൗണ്ട് ബിക്കംസ് ദ വേർഡ്. സൗണ്ട് വേർഡ് ആവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും ഓർത്ത് വയ്ക്കാം. ബീസ് ബസ്സസ്, ബസ്സിങ് സൗണ്ട് നമ്മൾ പറയില്ലേ, ബസ് ബസ്, ആ ഒരു സൗണ്ട് തന്നെ ആക്ച്വലി ബീസ് ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഇൻ ടേൺ അത് ഒരു വേർഡായിട്ട് മാറി. സോ ദ മെത്തേഡ് ഓഫ് ഫോമിങ് വേർഡ്സ് ഫ്രം ദ സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ്, അതിനെയാണ് നമ്മൾ ഒണോമെറ്റോപ്പിയ എന്ന് പറയുന്നത്. ഇവിടെ ടു പ്ലേ വൺ ഡേ, പ്ലേ വൺ ഡേ എന്ന് പറയുന്നത് ഒരു റെപ്പിറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് അസോണൻസ്. To play one day. Okay, to play one day. It's actually ഇവിടെ play one day എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫ്തോങ് സൗണ്ട്സിൻ്റെ റെപ്പറ്റീഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഡിഫ്തോങ്സ് ആർ എ കാറ്റഗറി ഓഫ് വോവൽസ്. സോ അസനൻസ് ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. Moving on to the next question. What is the theme of the poem? Question number 4. A. Individual identity and how it evolves. B. A day at the beach and how enjoyable it was. C.
C. Friendship and how it can be a stressful experience. D. Existential agony and how it can affect individuals. എന്താണ് പോയത്തിൻ്റെ തീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. You can see that നമ്മുടെ പോയത്തിൻ്റെ ലാസ്റ്റ് പറയുന്ന നോക്കിയേ, for whatever we lose, it's always ourselves. It's always ourselves we find in the sea എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 4 ആൾക്കാരുണ്ട്, മാഗി, മില്ലി, മോളി ആൻഡ് മേ. അപ്പോൾ ഈ 4 ആൾക്കാരും ബീച്ചിൽ പോയ സംഭവമാണ് പറയുന്നത്. ആൻഡ് ഫൈനലി ദേ ആർ ഫൈൻഡിങ് വൺ സെൽഫ് അല്ലേ. ബീച്ചിൽ പോയതിനു ശേഷം അവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. ആൻഡ് ബൈ ദാറ്റ് ദേ ആർ ഡിസ്കവറിങ് ദെയർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി. So, individual identity and how it evolves is the answer for the question. What is the theme? Okay. Baki a day at the beach alla, friendship alla, existential agony onna alla. It's actually the individual identity and the process of evolution of the same. Adana avade parayunnathu. Okay. Now, moving on to the next question. Question number 5. What figure of speech is used in line 6? Whose raised 5 languid fingers were? ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ പോയം ഇങ്ങനെ റീഡിങ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ കാര്യങ്ങൾ ഒത്തിരി ചോദിക്കാറുണ്ട്. സോ യു ഹാവ് ടു ബി വെരി ക്ലിയർ വിത്ത് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചസ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഓപ്ഷൻസ്: എ സിനഗ്ഡക്കി, ബി ഹൈപ്പർബലെ, സി മെറ്റോണിമി, ഡി മെറ്റഫർ. സിനഗ്ഡക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് പാർട്ട് ഫോർ എ ഹോൾ. ഹൈപ്പർബലെ ഇസ് എക്സാജറേഷൻ. ഹൈപ്പർ എന്ന് ആലോചിച്ചാൽ മതി, ഇറ്റ്സ് എക്സാജറേഷൻ. ആൻഡ് മെറ്റോണിമി ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലോസ്ലി അസോസിയേറ്റഡ് വേർഡ്സ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് മെറ്റോണിമി. മെറ്റഫർ ഇസ് കമ്പാരിസൺ. ഹൂസ് റേസ് 5 languid fingers were? ഇത് ക്ലിയർലി ഫിംഗേഴ്സ് ആക്ട്സ് ആസ് എ പാർട്ട് ഫോർ എ ഹോൾ. അതുകൊണ്ട് തന്നെ സിനഗ്ഡക്കിയാണ് ആൻസർ വരുന്നത്. ഓക്കെ. whose raised 5 languid fingers were? So fingers is representing a part for a whole. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ സിനഗ്ഡക്കി is the answer. സോ നമ്മൾ ആ RC ക്വസ്റ്റ്യൻ, ദ പോയിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. Fill in the blank with the most appropriate option. Fill in the blanks question ആണ്. Question number 6. The fare provided for the dinner was so sumptuous that many of the guests decided to dash. A. Skip out, B. Fill up, C. Pig out, D. Feed up. Fare provided for the dinner was so sumptuous that many of the guests decided to. ഒത്തിരി ആൾക്കാർ the fare, the paisa for the dinner was so sumptuous. ഒത്തിരി ആയിരുന്നു. So that ഗസ്റ്റുകൾ എന്ത് ഡിസൈഡ് ചെയ്തു? They decided to dash. Skip out, fill up, pig out, feed up. എന്തായിരിക്കും? സ്കിപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ അബാൻഡൻ എന്നാണ് അർത്ഥം. അബാൻഡൻ ഓർ ഡെസേർട്ട്. ഫില്ലപ്പ് അറിയായിരിക്കും, ഫീഡപ്പ് അറിയായിരിക്കും. ഫീഡപ്പിന് ഒരു സംഭവമുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് വൈക്കോല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഫീഡപ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ. അതുകൊണ്ട് പിഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോർജ് വൺ സെൽഫ് വിത്ത് ഫുഡ്. അതുകൊണ്ട് സോ the fare provided for the dinner was so sumptuous, so splendid that many of the guests decided to pig out, gorge oneself with food. Option C is the answer. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രേസൽ വേർബ് ഫില്ലപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രപ്പോസിഷനും കൂടെ ചേർന്ന് വരുന്നൊരു സംഭവമാണ്. അത് തന്നെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്രേസൽ വേർബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് നന്നായിട്ട് നോക്കി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. The speakers dash on an abstruse topic was rather sketchy, leaving the students confused. A. Adumbration, B. Disputation, C. Identification, D. Diatribe. ഈ fill in the blanks questions വരുമ്പോൾ 2-3 തരത്തിലാണ് വരുന്നത്. ഒന്നുകിൽ ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള പിന്നെ കാറ്റഗറീസിൽ നിന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വൽ ബേസ്ഡ് വൊക്കാബുലറി, ഇപ്പം ഈ ക്വസ്റ്റ്യൻ പോലെ, അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് വരുന്നത്. സോ ഇത് കോണ്ടെക്സ്ച്വൽ ബേസ്ഡ് വൊക്കാബുലറി ആണ്. ആൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് എ സൗണ്ട് നോളജ് ഓഫ് വേർഡ്സ്. വേർഡ്സിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ ദ സ്പീക്കേഴ്സ് ഡാഷ് ഓൺ ആൻ അബ്സ്ട്രൂസ് ടോപ്പിക് വാസ് റാദർ സ്കെച്ചി, ലിവിംഗ് ദ സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ്. വാട്ട് കുഡ് ബി ദി ആൻസർ? അബ്സ്ട്രൂസ് എന്താണെന്ന് അറിയണം. അബ്സ്ട്രൂസ് ഇസ് ആക്ച്വലി പസിലിംഗ്, കൺഫ്യൂസിങ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആൻഡ് അഡംബ്രേഷൻ മീൻസ് an outline. Disputation
is argue. Argument. Okay. Identification is recognition. Diatribe means to criticize. So the speakers dash on an abstruse topic was rather sketchy, leaving the students confused. The speakers endu varum adumbration. Adumbration, outline of the topic was rather sketchy, leaving the students confused. Option A is the answer. Okay. So ഇതിന് നിങ്ങൾ കുറേ വേർഡ്സിൻ്റെ മീനിങ്സ് മനസ്സിലാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് വർക്ക് ഓൺ യുവർ വൊക്കാബുലറി. ഓക്കെ. Now, question number 8. One of the dash members was reprimanded by the boss for his offensive behavior in the meeting. A. Primitive, B. Bumptious, C. Reticent, D. Sanguine. One of the dash members was reprimanded. Reprimand ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? Scold or warn, വഴക്ക് പറയുക അല്ലെങ്കിൽ warn ചെയ്യുക, അങ്ങനെ by the boss for his offensive behavior എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ മീനിങ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏൻഷ്യൻറ്റ്. ബംഷ്യസ് എന്ന് പറഞ്ഞാൽ ഹാർഷ് അല്ലെങ്കിൽ arrogant. Reticent എന്ന് പറഞ്ഞാൽ quiet or reserved. Sanguine is cheerful. So ഒരാളെ വഴക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും വരിക? Obviously bumptious. The answer is bumptious. One of the bumptious members was reprimanded by the boss for his offensive behavior in the meeting is the answer. Okay. So please work on your vocabulary to answer such questions. Choose the most appropriate antonym for the capitalized word. Antonym കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Opposite. The old clock is now in good repair thanks to the sedulous efforts of the watch repairer. Old clock ഇപ്പോൾ good repairൽ ഇരിക്കുവാണ് thanks to the sedulous efforts of the watch repairer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെഡുലസിൻ്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം, അതായത് ഈ വൊക്കാബുലറി ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം യു ക്യാൻ എക്സ്പെക്ട് വേർഡ്സ് വിച്ച് യു ഓൾറെഡി നോ, വേർഡ്സ് യു ഹാവ് നെവർ സീൻ ആൻഡ് വേർഡ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മീനിങ് ഗെസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനെ 3 തരം വേർഡ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒട്ടും അറിഞ്ഞുകൂടാത്ത വേർഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് അറ്റൻഡ് ഇഫ് യു ആർ അൺഷുവർ അബൌട്ട് ദി ആൻസർ. അതർവൈസ് നിങ്ങൾക്കൊരു എന്താണ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെഡുലസിൻ്റെ മീനിങ് ഇവിടെ അറിയണം, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെഡുലസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയർഫുൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. കെയർഫുൾ. ഓക്കെ. ടയർലെസ്, തറവ്, ഷോഡി. ഇതിൽ ഷോഡിയാണ് കെയർലെസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ടയർലെസ് അറിയായിരിക്കും, തറവ് അറിയായിരിക്കും, അൺസീസിങ്, അൺസ്റ്റോപ്പിംഗ്. സോ ഷോഡി ഈസ് ദി ആൻസർ. സെഡുലസ് ഓപ്പോസിറ്റ് ഷോഡി ഫ്രം ദ ലോട്ട്. ഓക്കെ. So that is the answer. Now moving on to the next question. The new proposal fell through owing the perfunctory reception from the members of the committee. Perfunctory എന്ന് പറഞ്ഞാൽ എന്താണ്? Perfunctory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹത്തോടെ ഭയങ്കര എഫേർട്ട് ഇട്ട് ഫുൾ ഹാർട്ടോടെ ചെയ്യുന്ന സംഭവമാണ് perfunctory എന്ന് പറഞ്ഞാൽ. With full commitment. Options okay. A. half-hearted, B. lukewarm, C. meager, D. fervent. ഇതിൽ obviously answer is half-hearted. lukewarm എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. meager is very small, fervent. Okay. Now perfunctoryയുടെ opposite എന്താണ്? From the given options, half-hearted. Because perfunctory means full-hearted ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. By this we come to the end of part 1 of the discussion session of HSEE previous year question paper 2019. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇംഗ്ലീഷ് പാർട്ടിൻ്റെ. അപ്പോൾ ഇനി അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും പിന്നെ അസിസ്റ്റൻസും നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ you can always join Prepwise. നമ്മളതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് Prepwise-ആയിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡീറ്റെയിൽസും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. You can connect with us and we'll be there to help you out. So stay tuned for the next set of questions and I'll be back with another video. Thank you.